ഏതായാലും ഈ സംഘർഷം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമാഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇത്തവണ സ്വതന്ത്രനായി ജനവിധി തേടുന്ന PC ജോർജിന് തിരിച്ചടികൾ അവസാനിക്കുന്നില്ല. നേരത്തെ മണ്ഡലത്തിലെ തിക്കോയി പഞ്ചായത്തിലെ പ്രചരണത്തിനിടെ PC ജോർജിനെ നാട്ടുകാർ കൂവി വിളിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇപ്പോൾ പാറത്തോട്ട് എന്ന സ്ഥലത്ത് വെച്ച PC ജോർജിന്റെ പ്രചരണ പരിപാടിക്കിടെ സംഘർഷമുണ്ടായിരിക്കുകയാണ്. സംഘർഷത്തെ തുടർന്ന് പ്രസംഗം പാതി വഴിയിൽ ഉപേക്ഷിച്ച PC ജോർജ് മടങ്ങുകയായിരുന്നു. CPM SDPI പ്രവർത്തകരാണ് തന്റെ പ്രസംഗം അലങ്കോലപ്പെടുത്തിയത് എന്നാണ് PC ജോർജിന്റെ ആരോപണം. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ന് PC ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കവേ LDFന്റെയും UDFന്റെയും വാഹനങ്ങൾ അതുവഴി കടന്നുപോവുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ LDF പ്രവർത്തകരും PC ജോർജിന്റെ പാർട്ടിയായ ജനപക്ഷം പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും തുടർന്ന് PC ജോർജ് പ്രസംഗം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുകയുമായിരുന്നു. പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും ഹറാമാണെന്നാണ് ഖുർആനും നബി തിരുമേനിയും പറഞ്ഞിട്ടുള്ളത്. ഇത്രയും മുസ്ലിങ്ങളുള്ള പൂഞ്ഞാറ്റിൽ അറിയപ്പെടുന്ന ഒരു പലിശ വാങ്ങുന്നയാളെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത്. 200 ചില്ലാനം ചെക്കു കേസുകളിലെ വാദിയാണ് അയാൾ. അറിയപ്പെടുന്ന ഒരു ബ്ലേഡാണെന്നർത്ഥം. ഈ വാക്കുകൾ PC ജോർജ് പ്രസംഗിച്ചതോടെയാണ് സംഘർഷങ്ങൾക്ക് കാരണമെന്ന് PC ജോർജ് പറയുന്നു. അതേസമയം മണ്ഡലത്തിലെ തന്റെ ബോർഡുകൾ മുഴുവൻ നശിപ്പിക്കുകയാണെന്നും PC ജോർജ് പറയുന്നുണ്ട്. നേരത്തെ തിക്കോയി പഞ്ചായത്തിലെ പ്രചരണത്തിനിടെ PC ജോർജിനെ നാട്ടുകാർ കൂവി വിളിച്ചിരുന്നു. നാട്ടുകാരുടെ പെരുമാറ്റത്തിൽ അരിശം കയറിയ PC ജോർജ് തെറി വിളിച്ചാണ് അന്ന് മടങ്ങിയത്. പ്രതിഷേധിച്ചവരോട് PC ജോർജ് അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളിൽ സൗകര്യമുള്ളവർ എനിക്ക് വോട്ട് ചെയ്യുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിന്റെയൊക്കെ വീട്ടിൽ കാരണവന്മാർ ഇങ്ങനെയാണോ പഠിപ്പിച്ചത്? കാരണവന്മാർ നന്നായാലേ മക്കൾ നന്നാകൂ. അതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുത്താൽ നിങ്ങളൊക്കെ അകത്തു പോകും. ഞാൻ ഈരാറ്റുപേട്ടയിൽ തന്നെ കാണും. ചില സഭ്യമല്ലാത്ത പ്രയോഗങ്ങളും നടത്തിയാണ് അന്ന് PC ജോർജ് അവിടെ നിന്ന് തിരിച്ചുപോയത്. തുടർന്ന് ഈരാറ്റുപേട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം PC ജോർജ് അവസാനിപ്പിച്ചതായും വ്യക്തമാക്കിയിരുന്നു. അതേസമയം പൂഞ്ഞാറിൽ നിന്നും കഴിഞ്ഞ തവണ സ്വതന്ത്രനായി വിജയിച്ചു കയറിയ PC ജോർജിന് ഇത്തവണ പൂഞ്ഞാറിൽ വിജയ സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സമീപകാലത്തായി PC ജോർജ് നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ PC ജോർജിനെതിരായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം NDA മുന്നണിയിലെ BDJS-ഉം BJP-യും ഓരോ സ്ഥാനാർത്ഥിയെ പൂഞ്ഞാറിൽ തെരഞ്ഞെടുപ്പിന് ഇറക്കിയതും NDA വോട്ടുകളും PC ജോർജിന്റെ ബാലറ്റിൽ വീഴില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതേസമയം LDF-ഉം UDF-ഉം ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് മണ്ഡലത്തിൽ കളത്തിലിറക്കുന്നത് എന്നതിനാൽ PC-യുടെ വിജയ സാധ്യതകൾ വീണ്ടും കുറച്ചേക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഏതായാലും ഈ സംഘർഷം ഉള്ളതുകൊണ്ട്